എല്ലാവരും ചോദിച്ചൊരു കാര്യമാണ് നമ്മുടെ ഗിയർ പെഡൽ. ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മുടെ ബൈക്കിന്റെ വർക്ക് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. R15 യൂസ് ചെയ്യുന്ന എല്ലാവരും നേരിടുന്ന ഒരു ഇമ്പോർട്ടന്റ് ഇഷ്യൂ ആണ് നമ്മുടെ ഗിയർ ലെവൽ വരുന്ന ഒരു അൺവാണ്ടഡ് ആയിട്ടുള്ള പ്ലേ. നമ്മൾ കുറച്ചാൾ ഓടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇപ്പോൾ R15 എന്നല്ല MT15 ആയാലും XSR എല്ലാ ബൈക്സും കാണുന്ന ഒരു ഇഷ്യൂ ആണ് ഈ ഗിയർ ലെവലിന് വരുന്ന ഒരു പ്ലേ. അപ്പൊ ഇത് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാന്നതിനെ കുറിച്ച് ഞാൻ മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതായത് നമ്മൾ യൂഷ്വലി കാണുന്ന പോലെ ഒരു KTMന്റെ ബെയറിംഗ് വരുന്ന ഒരു ഗിയർ പെഡൽ എടുത്ത് ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു പ്രോസസ് അല്ല. നമുക്കത് വെച്ച് കഴിഞ്ഞാൽ വെക്കാൻ പോസിബിൾ ആണ്, പക്ഷേ ഒരു ലുക്ക് ഉണ്ടാവില്ല. വണ്ടിക്ക് ഒരു ചേരാത്ത എന്തോ ഒരു പാർട്ട് എടുത്ത് വെച്ചൊരു ഫീലാണ് എനിക്കത് കണ്ടിട്ട് തോന്നിയത്. അപ്പോൾ അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ബൈക്കിന്റെ സ്റ്റോക്ക് ലിവറിൽ തന്നെ നമ്മളൊരു ബെയറിംഗ് ആഡ് ചെയ്തുകൊണ്ടുള്ള ഒരു സെറ്റപ്പാണ് ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ ചെയ്യുന്നതുകൊണ്ട് ഞാനന്ന് വീഡിയോ ആക്കിയത്. അത് പലരും അതിന് ഒരുപാട് ആൾക്കാർ എൻക്വയറി വന്നു, എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അല്ല മാത്രമല്ല നമ്മുടെ R15 ക്വിക്ക് ഷിഫ്റ്റർ വരുന്ന മോഡലിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുമോ, എങ്ങനെയാണെന്നുള്ള ഡീറ്റെയിൽസ്. അപ്പോൾ എൻ്റെ ബൈക്കിൽ ക്വിക്ക് ഷിഫ്റ്റർ വരുന്ന മോഡലാണ് ഞാൻ ആ ഒരു ആക്സസറി ഞാൻ ഇൻസ്റ്റാൾ ചെയ്തു. പെർഫെക്റ്റ് ആയിട്ട് അത് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ ബൈക്കിൽ ചെയ്തേക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നോർമലി നമുക്ക് ആ ഒരു ഗിയർ ലിവർ മാറണമെങ്കിൽ നമുക്ക് ഷോറൂമിൽ എനിക്ക് തോന്നുന്നു അത് സെറ്റ് ആയിട്ടേ കിട്ടും. നമ്മുടെ ബൈക്കിൽ നമ്മൾ ചെയ്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ MT15 ഗിയർ ലിവർ വാങ്ങിച്ചു. ഗിയർ ലിവർ വാങ്ങിച്ചിട്ട് നമ്മുടെ R15 V4 ഗിയർ ലിവറിൽ ഒരു L ബ്രാക്കറ്റ് അതിൻ്റെ താഴെ ലിവറിന്റെ താഴെ വരുന്നുണ്ട്. അതായത് നമ്മുടെ ഒരു ക്വിക്ക് ഷിഫ്റ്ററിന് ജസ്റ്റ് ഒരു പ്രൊട്ടക്ഷൻ പോലെ ഒരു ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ അഡീഷണലി അതിൽ വെൽഡ് ചെയ്തു. ഓക്കെ, എന്നിട്ട് ആ ഒരു ഗിയർ ലിവറിൽ നമ്മൾ ബെയറിംഗ് ഇൻസ്റ്റാൾ ചെയ്തു. എന്നിട്ട് ആ ഒരു ലിവർ നേരെ എൻ്റെ സ്റ്റോക്ക് ലിവർ എടുത്ത് മാറ്റിയിട്ട് ആ ലിവർ ഇൻസ്റ്റാൾ ചെയ്തു. അത് മാത്രമല്ല അവിടെ ഒരു വൈ കണക്ട് വരുന്നുണ്ട്, നമ്മുടെ ഫുട് പെഗ് കണക്ട് ചെയ്യുന്ന അത് ആ ഒരു വൈ കണക്റ്റും പുതിയതാക്കി. എൻ്റെ ഫുട് റെസ്റ്റ് പിന്നെ ഇത്രയും നാൾ ഞാൻ യൂസ് ചെയ്ത അതിൻ്റെ ഒരു പഴക്കം കറക്റ്റ് അറിയാൻ പറ്റും, നല്ലതായിട്ട് അത് വേറെ ആയിട്ടുണ്ട്. അപ്പോൾ അത് ഞാനിപ്പോൾ മാറ്റിയിട്ടില്ല. അത് കുറച്ച് അങ്ങനെ കാണുന്നത് എനിക്ക് ഇത്തിരി ഓക്കെയാണ്. അതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്തു എന്നുള്ളൊരു ഇത് ഫീൽ എനിക്ക് അത് കാണുമ്പോൾ അങ്ങനെ തോന്നാറുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അത് മാറ്റിയില്ല. ബാക്കി ഇത്രയും മാത്രം മാറ്റിയിട്ട് ബാക്കി നമ്മുടെ ഒരു ക്വിക്ക് ഷിഫ്റ്ററിന്റെ അസംബ്ലി വരുന്ന ആ ഒരു റോഡും എല്ലാം എൻ്റെ ബൈക്കിന്റെ അതേ സ്റ്റോക്ക് എൻ്റെ ബൈക്കിൽ ഇരുന്ന സെയിം സാധനം തന്നെയാണ്, വേറെ മാറ്റിയിട്ടൊന്നുമില്ല. അപ്പോൾ ഇത്രയാണ് എൻ്റെ ബൈക്കിൽ ചെയ്തത്. ഓക്കെ, അപ്പോൾ ക്വിക്ക് ഷിഫ്റ്റർ വരുന്ന വണ്ടിക്ക് ഈ ഒരു അതായത് നമ്മുടെ ഈ ഒരു ക്വിക്ക് ഷിഫ്റ്റർ ഇരിക്കുന്ന അസംബ്ലി ഇരിക്കുന്ന ഞാനിപ്പോൾ പറഞ്ഞ ആ ഒരു റോഡ് എഞ്ചിനിൽ വരുന്ന ആ ഷാഫ്റ്റിലേക്ക് ബന്ധിപ്പിക്കുന്ന ആ ഒരു റോഡിൽ തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും കൂടെ ഇതിൽ സ്റ്റോക്കായിട്ട് തന്നെ ഉണ്ട്. പക്ഷേ നോർമൽ R15 ഒന്നും അത് വരില്ല, ജസ്റ്റ് ഒരു സിമ്പിൾ റോഡാണ്. അപ്പം അങ്ങനെയുള്ള വണ്ടികൾക്ക് നമുക്ക് അതിലും നമുക്ക് ബെയറിങ്ങും ആഡ് ചെയ്യാം, നമുക്ക് ഇത് ത്രെഡും ആഡ് ചെയ്ത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഞാൻ എൻ്റെ ആ മുമ്പ് ഇട്ടിരുന്ന ഇൻസ്റ്റാഗ്രാം വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കിയാൽ മതി. അപ്പോൾ എൻ്റെ വണ്ടിയിൽ ഇപ്പോൾ ഇത്രയാണ് ചെയ്തത്. പിന്നെ പലരും വന്ന് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, വെയിറ്റിംഗ് ആണ്, എൻ്റെ ബൈക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ട് കാണാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്, അത് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നു എന്നുള്ളതല്ല. അപ്പോൾ എല്ലാവരുടെയും നീഡ് എനിക്ക് മനസ്സിലാവുന്നു. എല്ലാവരും ഈ ഒരു വന്ന് കമന്റ് ചെയ്യുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ എങ്ങനെയാണ് ആ ബെയറിംഗ് അതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നത്, അതുപോലെ തന്നെ ആ ഒരു ഇൻസ്റ്റാളേഷൻ പ്രോസസ്സാണ് എല്ലാവരും ചോദിക്കുന്നത്, എനിക്ക് മനസ്സിലായി. പക്ഷേ ഞാൻ നിങ്ങൾ ഡിസപ്പോയിന്റ് ചെയ്യുന്നതല്ല, ചെയ്യുന്നത് എൻ്റെ ഒരു ഫ്രണ്ടാണ്. അപ്പോൾ ആൾക്കത് യൂട്യൂബിൽ എക്സ്പോസ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ല. സോ എനിക്കത് ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. ഞാനിപ്പോൾ നിലവിൽ എൻ്റെ ബൈക്കിൽ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും എൻ്റെ ബൈക്ക് ജസ്റ്റ് കണ്ടുപോകാം. ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മുടെ ബൈക്കിന്റെ വർക്ക് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും ചോദിച്ചൊരു കാര്യമാണ് നമ്മുടെ ഗിയർ പെഡൽ ചെയ്ത് ഓടിച്ചിട്ട് എനിക്ക് ആക്ച്വലി നല്ലൊരു ഫീലാണ്, നല്ലതായിട്ട് എനിക്കിത് ഇഷ്ടപ്പെട്ടു. ബൈക്കിന്റെ പ്ലേ നിങ്ങൾ കാണാം, കുറച്ച് ടൈറ്റ് ആണ്. അതിലിപ്പോൾ കുറച്ചാളൊന്ന് ഓടുമ്പോഴത്തേക്കും നല്ല പക്ക സീറ്റിംഗ് ആവുമെന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ ഈ ഒരു വൈ കണക്റ്റും പുതിയതാണ്. ഈ ഒരു ലിവർ വേറെ ലിവർ നമ്മൾ പുതിയത് മേടിച്ചിട്ട് സെറ്റാക്കിയതാണ്. ഈ ഒരു ബെയറിംഗ് എല്ലാം നമ്മുടെ ഇപ്പോൾ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ക്വിക്ക് ഷിഫ്റ്റർ വരുന്ന മോഡൽ ഇത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ്, അതിൻ്റെ ഒരു എക്സാമ്പിളാണിത്. ചെയ്യാൻ പറ്റും. ഒരു ലെവലിൽ ഇതിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഞാൻ ക്വിക്ക് ഷിഫ്റ്റർ യൂസ് ചെയ്ത് നോക്കി, ബട്ടർ സ്മൂത്ത് എന്ന് വെച്ചാൽ ബട്ടർ സ്മൂത്ത് ആണ്. ആൻഡ് സോ സാറ്റിസ്ഫൈഡ് വിത്ത് ദിസ് വർക്ക്. പിന്നെ ചെയിൻ സ്പ്രോക്കറ്റ് ഞാൻ മാറിയിട്ടില്ല. 15,000 കഴിഞ്ഞു. ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ ലൈഫ് ഇപ്പോഴും കുഴപ്പമില്ല. അതുകൊണ്ട് തന്നെ അടുത്ത പ്രാവശ്യം നമുക്ക് മാറ്റിയാൽ മതി എന്നുള്ള രീതിയിൽ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ സ്പ്രോക്കറ്റ് ഞാൻ ചേഞ്ച് ചെയ്തിട്ടില്ല. സ്റ്റിൽ ആ ഒരു സ്പ്രോക്കറ്റ് തന്നെ റൺ ചെയ്യുന്നത്. ഞാൻ കുറച്ചും കൂടെ ഓടിയിട്ട് നമുക്ക് മാറ്റാം എന്നുള്ളൊരു പ്ലാനാണ്. പിന്നെ എൻ്റെ ബൈക്കിന്റെ ഹെഡിലും അതുപോലെ തന്നെ ത്രോട്ടിൽ ബോഡിയിലെ കുറച്ച് ഡെപ്പോസിറ്റ് അധികമായിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കുറച്ച് കൈയെടുത്ത് ഓടിക്കാതെ സ്ലോയിൽ ഓടിച്ചുകൊണ്ടെന്നാണ് നമ്മുടെ മെക്കാനിക്ക് പറയുന്നത്. യൂഷ്വലി ആ ഒരു 30,000 ഈ ഒരു ഡീകാർബണൈസേഷൻ ചെയ്യാൻ പറയുന്നത്. പക്ഷേ എൻ്റെ മെക്കാനിക്ക് പറഞ്ഞത് 50,000 ചെയ്താൽ മതി. തൽക്കാലത്തേക്ക് PA വാങ്ങിച്ചിട്ടുണ്ട്. അത് നമ്മൾ ഒഴിച്ചിട്ട് അത്യാവശ്യം കൈയെടുത്ത് ഓടിയാൽ മതി, അതൊക്കെ റെഡി ആവുമെന്നാണ് പറഞ്ഞത്.
ഓവറോൾ വണ്ടി കംപ്ലീറ്റ് സെറ്റ് ആക്കിയിട്ടുണ്ട്. നല്ല ഫണ്ടും പൊട്ടി, പക്ഷേ വണ്ടി പെർഫെക്റ്റ് ആണ്. ഞാൻ ഇത്ര നേരം ഹൈവേയിൽ ഓടിച്ചു, സോ സാറ്റിസ്ഫൈഡ്. വണ്ടി ബ്രാൻഡ് ന്യൂ പോലെ ബട്ടർ സ്മൂത്ത് ആണ്.